എന്താണ് ബയോ ഹാക്കിംഗ്? നല്ല സ്മാർട്ടായിട്ടുള്ള കൊച്ചു കൊച്ചു ജീവിത ശൈലികളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അത് സപ്ലിമെൻ്റ് രൂപത്തിലാണെങ്കിലും മറ്റ് പല ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാനും നിലനിർത്താനുമുള്ള നമ്മൾ പരിശ്രമത്തിൻ്റെ പേരാണ് ബയോ ഹാക്കിംഗ് എന്നുള്ളത്. ഈ ബയോ ഹാക്കിങ്ങിന് സഹായിക്കുന്ന ഒരുപാട് സപ്ലിമെൻറ്റുകളും മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കോഫി എന്നുള്ളത്. നമുക്കറിയാം കോഫി പല രൂപത്തിൽ പല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കോഫി എന്തുകൊണ്ടാണ് നമ്മുടെ ബയോ ഹാക്കിങ്ങിന് സഹായിക്കുന്നത്? തീർച്ചയായിട്ടും കോഫി, ഇന്ന് രാവിലെ നമ്മൾ കോഫിയാണോ കുടിച്ചത്? ഞാൻ രാവിലെ ഇന്ന് കോഫിയാണ് കുടിച്ചത്. ഈ കോഫി അത് വെറും ഒരു രുചിയുള്ള പാനീയം മാത്രമല്ല, നമ്മളെ മെൻ്റൽ ബൂസ്റ്റിങ്ങിന് സഹായിക്കുന്ന സംഭവം മാത്രമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ച് കളയാനും നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെങ്കിലും മെറ്റബോളിസത്തെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. കോഫിയിൽ എന്താണ് ഇതിന് നമ്മളെ സഹായിക്കുന്നത്? കൊഫെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഈ കോഫി നമുക്ക് തരുമെങ്കിലും നമ്മുടെ ശരീരത്തിൽ മാജിക് സൃഷ്ടിക്കുന്ന മറ്റൊരു കോമ്പൗണ്ട് കോഫിയിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് മാജിക് സൃഷ്ടിക്കുന്നത്. എന്താണ് ആ കോമ്പൗണ്ടിൻ്റെ പേര്? ക്ലോറോജനിക് ആസിഡ്, അല്ലെങ്കിൽ CGA എന്ന് പറയും. ഇതാണ് ഈ മാജിക് സൃഷ്ടിക്കുന്നത്. ഈ CGA എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ ലിവറിനെ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ സഹായിക്കും. എന്തിനുപരി നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു ആർത്തി ഉണ്ടല്ലോ, ക്രേവിങ്, ഇതിനെ നിയന്ത്രിക്കാനും ഈ CGA സഹായിക്കും എന്നുള്ളതാണ്. ഈ ഒരു CGA നമ്മൾ രാവിലെ ഒരു കോഫി കുടിച്ചാൽ അത് നമ്മുടെ രാത്രി ഉറക്കത്തിൽ പോലും പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ CGA എന്ന് പറയുന്ന ക്ലോറോജനിക് ആസിഡ് എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിന് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് തടയാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, നീർവീക്കം വന്നാകെ കുളമാകുന്നത് തടയാൻ പറ്റും. ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതുമൂലം നമ്മൾ ഹൃദ്രോഗങ്ങൾ തടയാൻ, സ്ട്രോക്ക് വരുന്നത് തടയാൻ, എന്തിനുപരി അൾഷിമേഴ്സ് രോഗം വരുന്നത് തടയാനൊക്കെ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ CGA അല്ലെങ്കിൽ ക്ലോറോജനിക് ആസിഡ്. CGA അടങ്ങിയിട്ടുള്ള കോഫി എങ്ങനെ ഒരു സപ്ലിമെൻ്റ് എന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം? ഇപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ വ്യായാമം ചെയ്യുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് ഒരു കപ്പ് ബ്ലാക്ക് കോഫി കഴിക്കുക. ഷുഗർ ഇടരുത്, പഞ്ചസാര ഇടരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കോഫി തന്നെ ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഓരോ മനുഷ്യൻ്റെയും ബോഡി വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ശരീരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേച്ചുറലായിട്ട് നമ്മളുടെ ബോഡി വെയ്റ്റ് കുറക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ CGA, കോഫിയിൽ അടങ്ങിയിട്ടുള്ള ഈ CGA നല്ലൊരു ഹെൽപ്പിംഗ് ടൂളാണ്. കോഫിയുടെ എഫക്റ്റ് മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ റോസ്റ്റ് ചെയ്ത് അങ്ങനെ ആക്കിയതിന് പകരം ഓർഗാനിക് ആയിട്ട് ഇത് ഉപയോഗിക്കുക. ഇത് റോസ്റ്റിംഗ് ഒക്കെ സംഭവിക്കുമ്പോൾക്ക് ഈ ഇത്തരം പ്രോപ്പർട്ടീസ് 75% നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരു ലൈറ്റായിട്ടും മീഡിയം റോസ്റ്റ് ചെയ്തത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 AM ശേഷം പിന്നെ നിങ്ങൾ കോഫി കുടിക്കരുത്. കാരണം കോഫിയുടെ ഒരു എഫക്റ്റ് 6-8 മണിക്കൂറോളം നമ്മുടെ ശരീരത്തിൽ അവിടെ ഉണ്ടാവും. നമ്മൾ ലേറ്റായിട്ട് കോഫി കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തും. ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിന് പ്രശ്നമാണല്ലോ. പിന്നെ നമ്മൾ കോഫി കുടിക്കുമ്പം എപ്പോഴും ഉണർന്നതിന് ശേഷം ഒരു 90 മിനിറ്റ് കഴിഞ്ഞാൽ കുടിക്കാൻ പാടുള്ളൂ. നമ്മുടെ ശരീരത്തിൽ തന്നെ നേച്ചുറൽ കോർട്ടിസോൾ എനർജി ഉണ്ടാവും. ഇത് റൈസ് ചെയ്തിട്ട് മതി നമുക്ക് കോഫി. അല്ലെങ്കിൽ പിന്നെ അതേ എഫക്റ്റ് ചെയ്യില്ല, കോഫി ആയിരിക്കും ആദ്യം എഫക്റ്റ് ചെയ്യുന്നത്. ഇത് എന്താക്കും? നമ്മുടെ കോഫിയുടെ ഉപയോഗത്തിന് ഒന്നുകൂടി എഫക്റ്റീവ് ആക്കുകയും ചെയ്യും. ഒരു എനർജി ക്രാഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.